ആ അതെ, കാട്ടുപോത്ത്. ഇത് എൻ്റെ ജുറാസിക് പാർക്കിൻ്റെ അകത്തോടെ പോകുന്ന പോലെ. ഞങ്ങൾ സിർവാണിയുടെ അടുത്തുള്ള പർവ്വത നിരകൾ കാണാൻ പോവുകയാണ്. സിർവാണി അണക്കെട്ടും അതിൻ്റെ അടുത്തുള്ള പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനായിട്ട് ഒരാൾക്ക് 1000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേര് 2000 രൂപ. ഓരോ വണ്ടിയിലാണോ ഗൈഡെന്ന് അറിയത്തില്ല. ഏതായാലും ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ ഒരു ഗൈഡിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു തരാനും ഞങ്ങളുടെ സേഫ്റ്റിയൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടി. ഗൈഡിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി സിർവാണിയിൽ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ഓഫ് റോഡ് തുടങ്ങിയിരിക്കുകയാണ്. ക്യാമറയിൽ ഷെയ്ക്ക് അറിയത്തില്ല, കാരണം സ്റ്റേബിലൈസേഷൻ ഉള്ളതുകൊണ്ട്. പക്ഷേ എടുത്തിട്ടടിക്കുകയാണ്. ഞങ്ങളുടെ എക്സ്പേർട്ട് ഇവിടെ ഉണ്ട്, റെന്നീസ് ഫ്രം ഇടുക്കി. എല്ലാവരും അവരവരുടെ വണ്ടിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. പിന്നെ ഒരു ടെമ്പോയോ അങ്ങനെ കണ്ടോ പോയിട്ടുണ്ട്. 2 ഗൈഡ് പോയിട്ടുണ്ട്. ഏതായാലും ഞങ്ങളുടെ വണ്ടി ഗൈഡില്ല. ഞങ്ങൾ ഇവിടുന്ന് 2:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പോയി വരാൻ മൊത്തം 3 മണിക്കൂർ എടുക്കുമെന്നാണ് ഇവർ പറഞ്ഞത്. എന്തായാലും പോയി വന്ന് നോക്കാം, 3 മണിക്കൂർ എടുക്കുമോ, അതിൽ കുറവ് എടുക്കുമോ, അതിൽ കൂടുതൽ എടുക്കുമോ എന്നുള്ളത്. ടെന്നീസ് പറയുന്നത് അടിപൊളി വൈബ് സ്ഥലമാണ്, ഇടുക്കനാണെന്നാണ് പറയുന്നത്. അതുണ്ട് മുന്നിൽ പിള്ളേർ മറ്റേ റൂഫ് വഴി തലയിട്ട് നിൽക്കുന്നുണ്ട്. പിള്ളേർക്കൊക്കെ ഒരു മൂഡ്. ആ നോക്കാം എന്തെങ്കിലും കാണുമോ. ഇത് എൻ്റെ ജുറാസിക് പാർക്കിൻ്റെ അകത്തോടെ പോകുന്ന പോലെ ഇല്ലേ. ഈ സ്ഥലം കേരളമേട് അല്ലേ? 200 മീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാടും കേരളത്തിന്റെയും. അത് ആ സ്ഥലത്തിന്റെ പേരോ? അല്ല, അതും ഇതെല്ലാം കേരളമേട് തന്നെയാണ്. നമ്മൾ പോണം പുൽമേടും കേരളമേട് തന്നെയാണ്. ഓക്കെ, ഇതാണല്ലേ കേരളമേട്. ഞാൻ പാലക്കാട് ചിറ്റൂർ ഭാഗം. ഇവിടെ പിന്നെ റേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. ആനയൊക്കെ ഉണ്ടോ? ആന, കടുവ, കരടി. ഇതൊക്കെ അട്ടപ്പാടി പോകാൻ വരുമോ? ഇത് അട്ടപ്പാടി ചെയ്യാം. ഓക്കെ ഓക്കെ. മെയിൻ അട്ടപ്പാടി അങ്ങോട്ട് പോകുമോ? അങ്ങോട്ട് പോകും. ഇത് അഗ്ലി റേഞ്ചിന്റെ ഒരു ബ്ലോക്കാണ്. അതല്ലേ. ഓഫ് റോഡ് കഴിഞ്ഞ് തന്നെ കാലുകൊണ്ട് ഓഫ് റോഡ് കയറി പോകണം. പുള്ളി ചിലപ്പോൾ നമ്മളൊന്ന് സർപ്രൈസ് ചെയ്യാൻ പറഞ്ഞതായിരിക്കും. 1 കിലോമീറ്റർ ഉണ്ടോ മോനെ? പുൽമേടിലോട്ട് പോകാൻ അധികം ദൂരം ഉണ്ടോ? 2 കിലോമീറ്ററോ? ഇവിടുന്ന് തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. റെനീസും അടുത്തോ? ഞങ്ങളെ അണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മലയൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ കേരളമേട് പുൽമേടിൽ എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്തായാലും ഇവിടെ വരണം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത്. അതായത് മരങ്ങളോ ഒന്നുമില്ല, മരങ്ങളുണ്ട്, ഇടയ്ക്കിടയ്ക്കുണ്ട്, പക്ഷേ പുൽമേടുകളാണ് കൂടുതലും കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയ പാറക്കല്ലും ഇതൊക്കെ. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് മരങ്ങൾ കിളിർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രസത്തിൽ ഫുള്ള് പച്ച കളറിൽ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ നമുക്ക് മലയൊക്കെ നല്ല ക്ലിയറാണ്, ആകാശമൊക്കെ ക്ലിയറാണ്. എവിടുന്നൊക്കെ വെള്ളച്ചാട്ടമുണ്ട്, എവിടുന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നു, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ സൂര്യപ്രകാശം, ബാക്കിലെ വെട്ടം കണ്ടോ, എന്ത് രസത്തിലാണ് കണ്ടോ, എന്ത് രസമാണെന്നറിയാം കാണാൻ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വരണം. പറയാം ഇതിനെക്കുറിച്ച്, സ്ഥലവും എന്താണെന്നൊക്കെ. ഇതാണ് നമ്മൾ കാണുന്ന ഇതാണ് കേരളമേടിൻ്റെ പുൽമേട്. ആകെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഈ ലാസ്റ്റ് ബോർഡറിൻ്റെ അവസാനമാണ് ഈ പുൽമേട് വരുന്നത്. നമ്മൾ റോഡിൽ നിന്ന്
ഒരു 800 മീറ്റർ വന്നാൽ നമ്മുടെ കേരളമേട് ഈ കുന്നിലെത്താം. ഇതാണ് വ്യൂ പോയിന്റ്. അപ്പുറത്ത് തമിഴ്നാട് കാണാം. പിന്നെ ഈ ഭാഗത്ത് ഈ മലയുടെ അപ്പുറത്ത് സൈഡ് വന്നിട്ട് പാലക്കാട് സിറ്റി, ഇവിടെ ഇതിൻ്റെ അങ്ങ് വാളയാറ്, അങ്ങനെ ഈ ഏരിയ. അത്ര ഉള്ളു ഇവിടെ. ചേട്ടൻ്റെ പേര്? സതീഷ്. സതീശന്. ഏത്? അല്ലാതെ കോയമ്പത്തൂർ, തമിഴ്നാട് ഇതിൽ വരുന്നതാ. അങ്ങനെ കേരളമേടൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എല്ലാവരും പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം. ഞങ്ങൾ ഇനി ഒരു സ്ഥലത്ത് പോയി കുളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയാണ് വന്നത്. വന്നപ്പോഴാണ് ഈ സിർവാണി ഈ പാത ഓപ്പൺ ആയെന്നുള്ളത് ഞങ്ങൾ അറിയുന്നതും. അങ്ങനെ ഉടൻ തന്നെ തീരുമാനമെടുത്ത് ഇവിടുന്ന് പെർമിഷൻ എടുത്ത് അവർ സ്ലിപ്പും കാര്യങ്ങളൊക്കെ തരും, പേയ്മെൻറ്റും ഒക്കെ ചെയ്ത് ഗൈഡിനെയൊക്കെ ചേർത്ത് വിടും. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പം ശരിക്കുള്ള അതും കുളിക്കാൻ പോകുന്നത് ശരിക്കുള്ള പ്ലാനല്ല, അതും പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. എന്തായാലും ഞങ്ങൾ കുളിക്കാനായിട്ട് പോവുക. കുറച്ചിരുട്ടിയാലും ഇപ്പം 5:30 ഒരു 6:30 7 വരെയൊക്കെ കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ഥലവും ആ വീടിൻ്റെ ബാക്ക് വശമൊക്കെ, അപ്പം കുഴപ്പമില്ലാതെ വേറെ ഇഷ്യൂസൊന്നുമില്ല. റെന്നിസ് നല്ല ടയർഡാണ്. റെന്നിസിന് ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ അത് ഫേസിൽ തന്നെ കണ്ടാൽ അറിയാം. ഞാൻ നന്നായിട്ട് ഉറങ്ങി കേട്ടോ. ഞാൻ നല്ലപോലെ ഉറങ്ങി. എനിക്കും സത്യത്തിൽ ഉറക്കം കുറവാണ്. പക്ഷെ റെന്നിസ് കുറച്ച് കൂടുതൽ നേരം ഉറങ്ങിയിട്ടില്ല. അതിൻ്റെതായ ഒരു മടുപ്പുണ്ട് പുള്ളിക്ക്. ഇത്ര സൗന്ദര്യമായിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ടും വളരെ മൂഞ്ചൽ ഫേസുമായിട്ടാണ് റെന്നിസ് ഇരുന്നത്. വേറൊന്നും അല്ല, ഉറക്കം തൂങ്ങിയിട്ടാണ് പുള്ളിക്കാരന്. സത്യം പറഞ്ഞാൽ ഇവിടെ വിട്ടു പോകാൻ തോന്നുന്നില്ല. ഒന്ന് കുറച്ച് നേരം കിടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നല്ല തണുപ്പും ആ പുല്ലിലൊക്കെ ഒരു പ്രത്യേകതരം തണുപ്പാണ്. അങ്ങനെ ഞങ്ങൾ കേരളമേടൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. ഒറ്റ വണ്ടിയില്ല, എല്ലാവരും പോയി. ഇതുണ്ട്, ഒറ്റ വണ്ടിയില്ല, ഞങ്ങൾ മാത്രം. ഇനി ഞങ്ങളും കൂടെ പോയാൽ മതി. കാട്ടുപോത്തിനൊക്കെ കണ്ടു കഴിഞ്ഞ് വരുവാണ് പോകാനായിട്ട്. വണ്ടി തിരിച്ചിട്ട് വിടണം. ഞങ്ങൾ രാത്രി കുളിക്കാൻ വന്നിരിക്കുകയാണ്. ക്യാമറയ്ക്കുള്ള ലൈറ്റൊക്കെ ഇങ്ങനെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എടുത്ത് നോക്കുക. കാട്ടിൻ്റെ അകത്ത് ഇത്ര തണുത്ത വെള്ളത്തിൽ അതൊന്നും ഫുൾ വെട്ടം, രാത്രി വെട്ടമൊക്കെ ഇട്ട് നമ്മൾ തന്നെ റിസോർട്ട് ഉണ്ടാക്കിയതുപോലെ ആയിപ്പോയി. ഫ്രഷ് വെള്ളം, വേറെ ആൾക്കാരില്ല, ഒന്നുമില്ല. പതുക്കെ അങ്ങനെ ഇളക്കാതെ നല്ല തണുത്ത് വിറച്ച് ഒരു പരുവമായി. നല്ല തണുപ്പുള്ള വെള്ളം. ഞങ്ങൾ എന്തായാലും ഇന്ന് പ്ലാൻ ചെയ്ത് ഇവിടെ വന്ന് കുളിക്കുക എന്നുള്ളത്. എത്ര ഇരുട്ടിയാലും വന്ന് കുളിക്കുമെന്ന് ഞങ്ങളൊരു ഡെഡിക്കേഷനിൽ, അത്രയൊന്നും ഡെഡിക്കേഷനിലായിരുന്നു, ഇവിടുന്ന് ഫിക്സ് ചെയ്ത് പോകാനായിരുന്നു പരിപാടി. ഇനി അടുത്ത എന്താണെന്നുള്ളത് അറിയില്ല. അടുത്ത എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഏതായാലും ഇന്ന് ഇവിടം വരെ ഒക്കെ എത്തി. ഞാൻ എന്നാൽ എൻജോയ് ചെയ്യട്ടെ. ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് മാറ്റി വെക്കാൻ പോവാം. ഇതുപോലെ റാൻഡമായിട്ട് ഞങ്ങൾ പോയി കുളിക്കുന്ന പുഴകളിലും അല്ലെ വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ സൊവനിയറായിട്ട് ഞാൻ ഇതുപോലെ കല്ലുകൾ എടുക്കും. ഇതിനൊരു സോപ്പിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു ബിന്നിൻ്റെ അകത്ത് കുറച്ച് മീനെ വളർത്തുന്നുണ്ട്. അതിലാണ് ഇത് പോയി ഡെപ്പോസിറ്റ് ആകുന്നത്. അതിൽ കൊണ്ടുവെക്കും. ഞാനത് വേറെ വീഡിയോ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ശരി, ബൈ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം അല്ലേ. അപ്പം ബൈ ബൈ.